ചോദ്യം. അബ്ദുൽ റസാഖ് സുല്ലമി, ഈ പുതിയ സത്യം അഥവാ 18 വർഷത്തിനു ശേഷം അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയ മനസ്സിലാക്കിയ ഈ സത്യം, അത് മനസ്സിലായപ്പോൾ അദ്ദേഹം KNM മർക്കസ് തവക്കാരുടെ കൂടെയല്ലേ കൂടേണ്ടിയിരുന്നത്? അദ്ദേഹത്തിന് നസീഹത്ത് മാത്രമേ ഉള്ളൂ ഇതിലൂടെ എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ നസീഹത്ത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ സത്യം മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം KNM മർക്കസ് തവക്കാരുടെ കൂടെയല്ലേ കൂടേണ്ടിയിരുന്നത്? കാരണം ഇത് സത്യമാണെങ്കിൽ ഈ സത്യം ആദ്യമേ പറഞ്ഞത് അവരല്ലേ? അങ്ങനെയൊക്കെ ചോദ്യം. അതായത് അബ്ദുൽ റസാഖ് സുല്ലമി ഈ സത്യം മനസ്സിലാക്കിയത് ഇത്രയും വർഷം മുമ്പാണെങ്കിൽ, വർഷത്തിന് ശേഷമാണെങ്കിൽ നിങ്ങൾ KNMക്കല്ല പോകേണ്ടത്, കാരണം ഇത് ആദ്യമേ ശിർക്കാന്ന് പറഞ്ഞത് മർക്കസ് ദഅവക്കാരല്ലേ, അവർക്കല്ല പോകേണ്ടത്. ഇതേ ചോദ്യം ഇപ്പം നിങ്ങളോട് നമുക്ക് ചോദിച്ചുകൂടെ? മനുഷ്യനെ തൊട്ട് അദൃശ്യം അബോധികമായ ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കല്ല എന്ന് നിങ്ങളൊരു പുതിയ വിശ്വാസം കൊണ്ടുവന്ന്. നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ പറഞ്ഞാൽ എന്താ? മലക്കുകൾ മനുഷ്യനെ തൊട്ട് അദൃശ്യവും അബോധികവുമാണ്, അതുകൊണ്ട് അവരോട് സഹായം തേടിയാൽ ശിർക്കാവില്ല. നെല്ലിക്കുത്തിൻ്റെ വാദം അല്ലേ? മനുഷ്യനെ തൊട്ട് അദൃശ്യ അബോധികമായ മലക്കുകളോട് സഹായം തേടിയാൽ ശിർക്കാവില്ല. എന്താ? അവർ കാര്യകാരണം എന്തെങ്കിലും അപ്പുറത്താണ് മനുഷ്യനെ തൊട്ട്, എന്നിട്ടും അവരോട് സഹായം തേടിയാൽ ശിർക്കാവില്ല. എന്താ തെളിവ്? യഫ്ദൂന മിൻ അംറില്ല. അല്ല പിന്നെ എന്താണ്? വൽ മലായികത്തു ബഅദ ദാലിക ദഹീർ. അള്ളാഹിന് പുറമെ ഓരോ സഹായം ഉണ്ട്. അപ്പോൾ മലക്കളുടെ സഹായം അഭൗതികമാണ്, അദൃശ്യമാണ്, കാര്യകാരണ ബന്ധങ്ങൾക്ക് മനുഷ്യനെ തൊട്ട് അതീതവുമാണ്. ഇതാണ് നെല്ലിക്കുത്തിൻ്റെ വാദം. അപ്പോൾ എന്താ അയാൾ ആ വാദത്തിലൂടെ പറയുന്നത്? തേടിയാൽ ശിർക്കാവില്ല. വിഷ്ണുകര വാദം എന്താ? മനുഷ്യനെ തൊട്ട് ജിന്നും അദൃശ്യവും അഭൗതികമാണ്, അതുകൊണ്ട് ജിന്നിനോട് സഹായം തേടിയാൽ ഹാദറ ജിന്നോട് സഹായം തേടിയാൽ ശിർക്കാവില്ല. അപ്പോൾ നെല്ലിക്കുത്തിൻ്റെ ഭാഗത്തേക്ക് നിങ്ങളെത്തിയത്. KNM പറഞ്ഞതോ മനുഷ്യനെ തൊട്ട് ജിന്നും ശൈത്താനും മലക്കൊക്കെ അദൃശ്യം അബോധികമാണ്, അതുകൊണ്ട് അവരോട് തേടിയാൽ ശിർക്കാകും. അപ്പോൾ നിങ്ങൾ എവിടുക്കാ പോകേണ്ടത്? വിസ്റ്റം വിട്ട് KNM വിട്ട് അങ്ങനെ നേരെ പോകേണ്ട സമസ്തിക്കല്ലേ? ഓലെ നിങ്ങൾ ക്ഷണിച്ചുകളല്ലേ? ഓലെ എത്ര ആൾക്കാർ വിളിച്ച്? ഇപ്പം നമ്മൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വിസ്ഡം മുജാഹിദിന്റെ അളവെത്ര. നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ വിഷയം, അതായത് വിസ്ഡം മുജാഹിദിലുള്ള അളവെത്ര പ്രസക്തമായ ടോപ്പിക് കേരളത്തിൽ. അതെ അതെ, ഒരുപാട് വിഷയങ്ങൾ എടുത്ത് നോക്കിയാല് വിസ്ഡം മുജാഹിദ് മാറി വന്നതിന്റെ വഴികൾ കാണാൻ സാധിക്കും. അവർ വാദിക്കുന്നത് ഞങ്ങള് ആദ്യമേ ഉള്ള രൂപത്തിലാണ്, KNMന്റെ ഔദ്യോഗിക ഭാഗവും ഇവരൊക്കെയാണ് മാറിയിട്ടുള്ളത്, ഞങ്ങൾ മാറിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും അവര് മാറിയതിന്റെ ലിസ്റ്റുകൾ 1, 2 ഇങ്ങനെ എണ്ണി പറയാൻ നമുക്ക് സാധിക്കും. ഒരുപാട് സാധനങ്ങൾ അവർ മാറ്റം വരുത്തി. ഉദാഹരണത്തിന് സിഹറിന്റെ വിഷയം, മന്ത്രിച്ചു എന്ന വിഷയം, മൗലിദാഘോഷത്തിന്റെ വിഷയം, അതുപോലെ കുത്തുബയുടെ ഭാഷ. മൗലിദാഘോഷത്തിന്റെ വിഷയം വളരെ രസാവഹമാണ്. ലോക്ക്ഡൌൺ ഇവിടെ ഒരു വിശുദ്ധ മുജാഹിദിന് പറ്റുന്ന ഒരു അബദ്ധം എന്തെന്ന് വെച്ചാല് നമ്മുടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാണ് അവർക്ക്. ഇനി നിങ്ങൾ ഒരിക്കലും മുഖാമുഖം നടത്തരുത് എന്നുള്ളതാണ്. അഥവാ കേരളത്തിൽ ആദ്യകാലത്തിൽ സുന്നികൾ മാത്രമായിരുന്നു മുഖാമുഖങ്ങൾ നടത്തിയിരുന്നത്. ഈ മുജാഹിദ് വിഭാഗത്തിന് മുഖാമുഖം നടത്താനൊരു ഭയമായിരുന്നു. ചോദ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഇപ്പൊ തറാവീഹിന്റെ വിഷയം തന്നെ എടുത്തു നോക്ക്. എത്ര രസമാണ് തറാവീഹിന്റെ വിഷയം. മാത്രം എഴുതുകയും പറയും ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം മരിക്കുന്നതിന് മുമ്പ് സക്കരിയസില എഴുതി വെക്കുകയാണ് മുജാഹിദ് പ്രവർത്തകരോട് സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഖേദം പ്രകടിപ്പിക്കുകയാണ്. തറാവി 20 തന്നെയാണെന്ന് സമർത്ഥിക്കാണ്. ഫൈസൽ മൗലവി അതുപോലെ തന്നെ പറയുന്നുണ്ട്. അവസാനം ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് ഇങ്ങനെ ഒപ്പിച്ചു ബാലൻസ് ചെയ്തിട്ട് 8 ഉണ്ട്, 11 ഉണ്ട്, 20 ഉണ്ട്. 20 മാത്രം പറഞ്ഞതാണ് സുന്നികളുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിച്ച് തൂങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ്. 8ഉം 11 പറഞ്ഞു. ഇപ്പൊ രസം എന്ന് പറഞ്ഞാൽ തറാവീഹ് എന്നുള്ള നിസ്കാരം തന്നെ ഇല്ല എന്നാണ്. അതായത് റമദാനിലാകുമ്പോ അതിന്റെ പേരെന്താകും? തറാവീഹ് എന്നാകും. അത് തന്നെ ഒന്ന് ഉറങ്ങിണീറ്റാൽ തഹജ്ജുദാകും. അങ്ങനെയാണ് ദുർവ്യാഖ്യാനത്തിന്റെ ഫാക്ടറിയിൽ നിന്ന് ഇവർ ഉത്പാദിപ്പിച്ചത്. എന്ത്? അവരെ നേരെ ഉൾട്ടാക്കിയെന്ന് പറഞ്ഞു. തറാവീഹ് എന്നുള്ള നിസ്കാരം തന്നെ ഇല്ല, അത് റമദാനിലാകുമ്പോ എന്താകും? തറാവീഹ് എന്ന് പേര് വരും. ഇത് ഖിയാമുൽ ലൈൽ, ഖിയാമു റമദാൻ, വിത്ർ, തഹജ്ജുദ് ഒക്കെ ഒന്നാണ് ഈ രൂപത്തിലേക്ക് എത്തിയത്. കൗതുകം എന്താ വെച്ചാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം മാറ്റി പറഞ്ഞൊരു അത് നമ്മൾ പ്രത്യേകിച്ച് വിസ്ഡം വിഭാഗത്തിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കണം എന്നുള്ള വിഷയത്തിൽ. കാരണം മാറ്റി പറയുന്ന വിഷയം ഒടുവിലത്തെ ഉദാഹരണം തവസ്സുൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ.
ഫൈസൽ മൗലി പറഞ്ഞല്ലോ തവസ്സുൽ എന്താ കുഴപ്പം, ഒരു മുഖാമുഖത്തിലെ ചോദ്യത്തിൽ അയാൾ പറയുന്നുണ്ട് തവസ്സുൽ പിടിച്ചിട്ടില്ല, കുഴപ്പമില്ല. പറഞ്ഞു പോയതാണ്. പിന്നെ പിറ്റത്തെ മുഖാമുഖത്തിൽ അത് തിരുത്താണ് ഞാൻ പറഞ്ഞത്. തിരുത്തിയെന്നല്ല, അതും കഴിഞ്ഞുള്ള മുഖാമത്തിന് മുമ്പ് എന്താ പറയാ, ഞാൻ അന്ന് പറഞ്ഞത് പിറ്റത്ത് പറഞ്ഞ ഒന്ന് തന്നെയാണ്. അള്ളാഹുവിന് 2 കൈയുണ്ട്, 2 വലതു ഭാഗത്താണെന്ന് പറഞ്ഞു. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനെ എതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊരു ഭാഗത്ത് പറഞ്ഞ ആളെന്നെ പിന്നെ അദ്ദേഹം പറയാണ് ഞങ്ങൾക്ക് വന്നുപോയ അബദ്ധാണ് തിരുത്തുന്ന. കൂളായിട്ട് അത് പറയുന്നതിൽ യാതൊരു എത്രത്തോളം അബദ്ധമാണ്. ഇനി ചിലപ്പോ ഒരു 10 വർഷങ്ങൾ കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ കേട്ടതനുസരിച്ച് ഉള്ളിലൊരു ചർച്ച ഉണ്ട്, ഖബറിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചാൽ പ്രശ്നമില്ല. കാരണം ഹയാത്തിന്റെ സ്ഥിരപ്പെട്ട ഹാലറുമാണ് അപ്പോഴാണ് ആശയം പൊട്ടിത്തെറിക്കാൻ പറഞ്ഞിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോ സിഹർ, അതുപോലെ കണ്ണീർ, മന്ത്രം, ഉറുക്ക്, ഏലസ്, തറാവീഹ്, നബിദിനാഘോഷം, ഖുതുബയുടെ ഭാഷ. ഇപ്പൊ അടുത്ത് ഫൈസൽ മൗണ്ട് ശിഷ്യം പറഞ്ഞല്ലോ ഖുതുബയുടെ ഭാഷ അറബി, അത് സുന്നത്താണെന്ന് സമ്മതിച്ചല്ലോ. സുന്നത്താണെന്ന് അന്ന് മാത്രമല്ല, അത് അഫ്ദൽ തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ അഫ്ദൽ ആരാണ് പറഞ്ഞത് സ്വന്തമായ ചോദ്യം എല്ലാരും പറഞ്ഞിട്ടുണ്ട്. സുന്നികൾ പറയുന്ന അതേ രൂപത്തിലേക്ക് ഇന്ന് വിസ്ഡം മുജാഹിദ് എത്തി, ഇവിടെ മാസം കാണുന്ന തരത്തിലേക്ക് എത്തി, പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതെ അതെ അതെ. അപ്പൊ ചുരുക്കി ഇതൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ പഴമക്കാരൊക്കെ പറയാലോ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ കേരളത്തിലെ വിസ്ഡം വിഭാഗം ഉള്ളത്. മുൻഗാമികളായ ഇമാമികൾ എങ്ങനെ ഇപ്പൊ തള്ളി പറയാ? അവരൊക്കെ ഇസ്തിഗാസ ചെയ്തിട്ടുണ്ടല്ലോ, അവരൊക്കെ മന്ത്രിച്ചിട്ടുണ്ടല്ലോ, അവരൊക്കെ ബർക്കത്ത് എടുത്തിട്ടുണ്ടല്ലോ, അവരൊക്കെ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഉള്ളിൽ നീറുന്നൊരു വിഭാഗമുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ മുൻഗാമികളെ ഉൾക്കൊള്ളുന്നിടത്തേക്ക് അവരെന്ത് ചെയ്തിട്ടുണ്ട്? പരുവപ്പെട്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ മാറ്റി തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്നത്. നടത്തണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നിങ്ങളുടെ സ്ഥാപക ലക്ഷ്യമൊക്കെ എന്നോ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സുന്നിസത്തിലേക്ക് ഈ വിഭാഗം അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ ചർച്ച ചെയ്തപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ പറഞ്ഞു. അവർ മാറ്റിമറിച്ച ഒരുപാട് വിഷയങ്ങൾ നമ്മളിവിടെ സംസാരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾ നന്നായി പഠിക്കണം. പഠിച്ചിട്ട് ഇനിയും നിങ്ങൾ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കണം, നിങ്ങൾ മുഖാമുഖങ്ങൾ സംഘടിപ്പിക്കണം. അങ്ങനെ ദിവസം കഴിയും തോറും നിങ്ങളെ പഴയ ആശയങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് നിങ്ങൾ യഥാർത്ഥ സുന്നികളായി മാറണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം. ഞങ്ങളുടെ ചോദ്യം ഒന്നുകൂടി സമൂഹത്തെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പറയുകയാണ്, വിസ്ഡം മുജാഹിദിന്റെ അളവ് എത്ര? നിങ്ങൾ ഒന്നായി നമുക്ക് വരിക, ഹനീഫാക്കോട് ഒരുമിച്ച് സംവാദം നടത്താം എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ലേ ഫൈസൽ ഹസനി? ആ വീഡിയോ നിങ്ങൾ കേട്ടോക്കി. ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? മുണ്ടി ഞങ്ങൾ അയ്യോ മാതറും കാതറുമായ ഒരു ശൈത്താനോട് പുഴയിലൂടെ ഒഴുകിപ്പോകുന്നതിന് മൗലവി ശൈത്താനെ മാറി ഇഫ്രീത്തനെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ശിർക്കാണോ? ഒരൊറ്റൊന്നും മുണ്ടിയിട്ടില്ല സദസ്സിൽ. മുണ്ടാങ്ങൾക്ക് പറ്റൂല. ആ ചോദ്യം ഇപ്പോൾ കേനബിനോട് ചോദിക്കൂല. എന്തുകൊണ്ട്? ആ തൗഹീദിൻ്റെ പുറയിലേക്ക് തൂങ്ങി നിന്ന ജബ്ബാർ മൗലവിയുടെ ലേഖനമാണ് ശിർക്കിൻ്റെ കൊമ്പ് മുറിച്ചാലിട്ട് പണ്ഡിതന്മാർ. അതിന് കുറച്ച് കാലം ഇളവുണ്ടായിട്ടില്ല, അത് ശരിയാണ്. അത് ഇതിനു മുമ്പ് CN ആയാലും ചേകനുവിൻ്റെ വിഷയത്തിലായാലും സലാം മുസ്ലിമിൻ്റെ വിഷയത്തിലായാലൊക്കെ കൊല്ലങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ ചർച്ച ചെയ്തിട്ട്. അത് പണ്ഡിതന്മാരെ ഇസ്ലാമിക രീതിയല്ലേ? ഒറ്റ വെട്ട് 2 തുണ്ടെന്ന് തന്നെ മുശ്രിക്കാക്കല ഇസ്ലാമിലില്ല. അതുകൊണ്ട് ജമിയത്തുൽ ആ തീരുമാനമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ വാദം മുഴുവനും ബാത്തിലാണ് കൂട്ടുക. നിങ്ങൾക്ക് ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് തെളിയിക്കാൻ പറ്റില്ല. എന്തിനാണ് പിന്നെ നിങ്ങൾ ഈ വാദത്തിൻ്റെ നടക്കുന്നത്? ഇന്ന് സമസ്തക്കാർ പറഞ്ഞ പല വാദങ്ങൾ അംഗീകരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നോക്കിയാൽ നിങ്ങൾ ശരിക്ക് സമസ്തയ്ക്ക് എളുപ്പത്തിൽ പോകാൻ മാത്രം ഇഷ്ടം പോലെ ഉണ്ട്. എന്നിട്ട് ഈ സാധു റസാഖ് സുലൈമിനോട് നിങ്ങൾ മർക്കസ് സാബിക്ക് പോകണില്ലേ? മൂപ്പർ അതിലായിരുന്നു ആദ്യം, പിന്നെ കേരള തുണിച്ചാതിലേക്ക് ഞങ്ങളൊക്കെ മാറിയതാ. അങ്ങനെ ഉറച്ച് നിന്നാൽ മതിയായിരുന്നു. അള്ളാഹു താല പരീക്ഷിച്ചു. ബാത്തിലിൻ്റെ കൂടെ പോയി ഈ ജിന്നുമണ്ടി കയറി. അല്ലെന്നില്ല ഞാൻ ഇത് ഇറങ്ങിപ്പോന്ന്. ഇപ്പോഴില്ല, വാപ്പ പഠിച്ചിട്ടുണ്ട്, ഉമ്മ പഠിച്ചുകൊണ്ടിരിക്കണു. എൻ്റെ അഞ്ചൻ ഞാനീ പറഞ്ഞ കുടുംബം ഏതാ? നിങ്ങൾ വിവാദമാക്കുന്ന ഇസ്ലാം മാസികയിലെ ലേഖനം എഴുതിയ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ മകൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കണത്. അത്രയും അടുപ്പുള്ള കുടുംബമാണ് ഞാൻ സമസ്തയിൽ ഒന്നാളൊന്നുമല്ല, പാരമ്പര്യ മുജാഹിദാണ്. എന്നിട്ട് ഞാൻ ആദർശം നിലനിർത്തി കുടുംബബന്ധത്തിന് പ്രാധാന്യം നൽകിയിട്ടും ആദർശത്തിന് പ്രാമുഖ്യം നൽകിയെന്നുള്ളതാണ്. അത്രയും അപകടകരമായ അവസ്ഥയ്ക്ക് നിങ്ങൾ പോയി എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ സഹോദരങ്ങളെ ഇതിൻ്റെ ബാക്കി അടുത്ത സമയം നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.